ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു അനദർ വീഡിയോ. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഒരാൾ നമ്മളോടൊരു കാര്യം പറഞ്ഞു, അപ്പോൾ അത് തെറ്റാണെന്ന് നമുക്ക് തോന്നി. അപ്പോൾ അത് അയാളെ അറിയിക്കണം. അപ്പോൾ എല്ലാ ആളുകളുടെ മുഖത്തടിച്ചതുപോലെ നിങ്ങൾ പറഞ്ഞത് ശരിയല്ല, തികച്ചും തെറ്റാണ് എന്ന് പറയുന്നത് ഒരു മാന്യമായ രീതിയല്ല അല്ലേ? പല ആളുകളോടും പല രീതിയിലാണ് നമ്മൾ പറയേണ്ടി വരിക. അപ്പോൾ ഒരാൾ പറഞ്ഞ കാര്യം തെറ്റാണ് എന്ന് അയാളോട് വളരെ പൊളൈറ്റായ രീതിയിൽ ഇതൊരാളോട് പറയുന്ന ഡിഫറൻ്റായ രീതികളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു, ഒരാൾ നമ്മളോട് പറഞ്ഞ കാര്യം തെറ്റാണെന്ന് നമുക്ക് ബോധ്യമായി. അപ്പോൾ അയാൾ പറഞ്ഞത് തെറ്റാണെന്ന് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന ഡിഫറൻ്റായ സ്റ്റൈലുകൾ, ഡിഫറൻ്റായ രീതികളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് പറയുന്നതിന് ഒരു പ്രത്യേക ശൈലിയൊക്കെ ഉണ്ട്. കേൾക്കുന്ന ആൾക്കൊരു വിഷമം തോന്നാൻ പാടില്ല, അയാളെ മുഖത്തടിച്ചതുപോലെ പറയാൻ പാടില്ല. അപ്പോൾ സാധാരണ ഇംഗ്ലീഷിലൊരു ശൈലിയുണ്ട്, ഐ ആം അഫ്രെയ്ഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയാറുണ്ട്. ശരിക്കും അയാളാണ് പേടിക്കേണ്ടത്, അയാളാണ് തെറ്റ് പറഞ്ഞത്. പക്ഷേ നമ്മൾ ഇത് അയാളോട് പറയുമ്പോൾ ഇംഗ്ലീഷിലൊരു ശൈലിയാണ് ഐ ആം അഫ്രെയ്ഡ്. ഞാൻ പേടിച്ചു പോയി എന്നുള്ളതല്ല, അതങ്ങനെ ഒരു ശൈലിയാണ്. I am afraid that is not quite right. I am afraid that is not quite right. അത് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു ചിന്ത അങ്ങനെയാണ്. I am afraid that is not quite right. അത് ശരിക്കും അങ്ങോട്ട് ശരിയല്ല എന്നാണ് എനിക്കും തോന്നുന്നത്, അല്ലെങ്കിൽ അത് തീർത്തും ശരിയല്ല എന്നാണ് ഞാൻ പേടിക്കുന്നത്. അങ്ങനെയാണ് തോന്നുന്നത്, എൻ്റെ ഒരു ചിന്ത അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് എന്നോടൊന്നും തോന്നരുത്. I am afraid so. ഐ എം അഫ്രെയ്ഡ് ദാറ്റ് ഇസ് നോട്ട് ക്വൈറ്റ് റൈറ്റ്. നിങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, ശരിയല്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഐ എം അഫ്രെയ്ഡ് ദാറ്റ് ഇസ് നോട്ട് ക്വൈറ്റ് റൈറ്റ് എന്നുള്ള രീതി നമുക്ക് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ഒരു ശൈലി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു ശൈലിയാണ്. ഐ തിങ്ക് ഇറ്റ് ഇസ് നോട്ട് ദ റൈറ്റ് തിങ്. ഐ തിങ്ക് ഇറ്റ് ഇസ് നോട്ട് ദ റൈറ്റ് തിങ്. ഇത് ശരിയായൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല, ഇത് ശരിയായൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ തിങ്ക് ഇറ്റ് ഇസ് നോട്ട് ദ റൈറ്റ് ആൻസർ. ഇത് ശരി ഉത്തരമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ, അല്ല എന്നാണ് തോന്നുന്നത്. നമുക്കത് ഉറപ്പുണ്ട്, പക്ഷെ എന്നാലും ആ ആളെ വിഷമിപ്പിക്കാത്ത രീതിയിലാണ് നമ്മൾ പറയുക. ഐ തിങ്ക് ഇറ്റ് ഇസ് നോട്ട് ദ റൈറ്റ് പ്ലേസ്. ഇത് നമ്മൾ ഉദ്ദേശിച്ച ശരിയായ സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ തിങ്ക് ഇറ്റ് ഇസ് നോട്ട് ദ റൈറ്റ് ആൻസർ. ഇത് ശരിയായ ഉത്തരമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ തിങ്ക് ഇറ്റ് ഇസ് നോട്ട് ദ റൈറ്റ് വൺ, അല്ലെങ്കിൽ റൈറ്റ് തിങ്. ഇത് ശരിയായൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇങ്ങനെയും പറയാമെന്നുള്ളതാണ്. ഇനി അടുത്തെന്ന് പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെയാണ്. ഐ എം അഫ്രെയ്ഡ് യു ആർ മിസ്റ്റേക്കൺ. ഐ എം അഫ്രെയ്ഡ് യു ആർ മിസ്റ്റേക്കൺ. ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് പറഞ്ഞു തരാതെ തന്നെ അറിയും. നിങ്ങൾക്ക് തെറ്റ് പറ്റി, നിങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ എം അഫ്രെയ്ഡ് യു ആർ മിസ്റ്റേക്കൺ. ഐ എം അഫ്രെയ്ഡ് യു ആർ മിസ്റ്റേക്കൺ. നിങ്ങൾക്ക് എന്തോ ചെറിയ തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന്, മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്, ഒന്ന് ചെക്ക് ചെയ്യൂട്ടോ. ഐ എം അഫ്രെയ്ഡ് യു ആർ മിസ്റ്റേക്കൺ. അപ്പോൾ ഐ എം അഫ്രെയ്ഡ് എന്ന് പറയുന്നത് വളരെ പൊളൈറ്റ് ആയിട്ടുള്ളൊരു രീതി കൂടെയാണ്, നിങ്ങൾ പഠിച്ചു വെക്കുക. ഐ എം അഫ്രെയ്ഡ് യു ആർ മിസ്റ്റേക്കൺ. എന്തോ ചെറിയ അബദ്ധം പറ്റിയിട്ടുണ്ട്, മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തൊരു രീതി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നോ യു ഹാവ് ഗോട്ട് ഇറ്റ് റോങ്. നോ യു ഹാവ് ഗോട്ട് ഇറ്റ് റോങ്. നിങ്ങൾക്കത് തെറ്റായിട്ടാണ് കിട്ടിയിട്ടുള്ളത്, നിങ്ങൾ തെറ്റായിട്ടാണ് വിചാരിച്ചിട്ടുള്ളത്, നിങ്ങളത് തെറ്റായിട്ടാണ് പഠിച്ചിട്ടുള്ളത്, നിങ്ങൾക്കത് തെറ്റായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇങ്ങനെ സൂചിപ്പിക്കുന്ന എല്ലാ അർത്ഥവും ഉൾക്കൊള്ളുന്ന ഒരു രീതിയാണ് നോ യു ഹാവ് ഗോട്ട് ഇറ്റ് റോങ്. നിങ്ങളത് തെറ്റായിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. നോ യു ഹാവ് ഗോട്ട് ഇറ്റ് റോങ്. നിങ്ങൾക്ക് തെറ്റായിട്ടാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. നോ യു ഹാവ് ഗോട്ട് ഇറ്റ് റോങ്. നിങ്ങൾ തെറ്റായിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ അർത്ഥമൊക്കെ അതിനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയാണ് പറയുക, നോ യു ഹാവ് ഗോട്ട് ഇറ്റ് റോങ്. നിങ്ങളത് തെറ്റായിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത്, അങ്ങനെയല്ല അത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലും പറയാമെന്നുള്ളതാണ്. ഇനി അവസാനത്തെ രീതി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പറയുന്ന ഒരു രീതിയാണ് നോ ഇറ്റ്സ് റോങ്. മുഖത്തടിച്ചതുപോലെ നമ്മൾ പറയില്ലേ, നോ ഇറ്റ്സ് റോങ്. അല്ല, അത് ശരിയല്ല, തെറ്റാണ്. നോ ഇറ്റ്സ് റോങ്. ഇല്ല, ഇറ്റ് ഇസ് റോങ്. ഇത് തെറ്റാണ്. അപ്പോൾ ഇത് തെറ്റാണെന്ന് നമ്മൾ സാധാരണ പറയുന്ന രീതിയാണ്. ഇത് എല്ലായിടത്തും പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. മോസ്റ്റ് പൊളൈറ്റ് വേസ് ആണ് ഞാൻ മുകളിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും രീതിയിൽ നമുക്ക് ഒരാൾ പറഞ്ഞത് തെറ്റാണെന്ന് തിരിച്ച് അങ്ങോട്ട് ബോധ്യപ്പെടുത്തി കൊടുക്കാനും അവരോട് ഇത് പറയാനും പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. മറ്റൊരു യൂസ്ഫുൾ ആയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം.